Good evening, church. ഈ ഓൺലൈൻ പ്രേയറിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. It's a time of praise and worship. അതുകൊണ്ട് ജോയിൻ ചെയ്ത എല്ലാവരെയും we encourage you to take this moment, this praise and worship time. Let's give everything unto Jesus. He is worthy of our praise. Amen. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ, മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും, മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. Thank you, God. We welcome you, Father. Daddy, thank you for your presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. We welcome you, Holy Spirit. അല്പസമയം നമുക്ക് വചനങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തിന് ആരാധന
മാത്രം യേശു കർത്താവേ, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ദൈവം ഹല്ലേലൂയ. ദൈവം ഇന്ന് ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഇന്ന് ദൈവം ഞങ്ങൾക്കൊരു വിടുതലുണ്ടാവണമേ കർത്താവേ. ദൈവമേ കേൾക്കാൻ പോകുന്ന വചനങ്ങൾക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങൾ അത് തൊടണമേ കർത്താവേ. ദൈവമേ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കിടക്കുന്ന യേശുവിന്റെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവർക്കും വീണ്ടും ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. പലയിടങ്ങളിലായിട്ട് ദൈവത്തിന് വചനം കേൾക്കുവാൻ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് എല്ലാ ബുധനാഴ്ചകളും വൈകിട്ട് ദ മിറക്കിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഇതൊരു ചിന്താ വിഷയമായിട്ട് നിങ്ങൾ അങ്ങ് കാണരുത്. ഞാനിത് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം നാം ഈ കേൾക്കുന്ന ഓരോ വചനങ്ങളും, ഇപ്പോൾ ബൈബിളിലെ ഓരോ സംഭവങ്ങൾ എടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ സംഭവങ്ങളിലും കാണുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ അതുണ്ടാകണം. അതുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. പ്രൈസ് ഗോഡ്. എത്ര ക്രോണിക് ഡിസീസ് ആയാലും, എത്ര വർഷമായ രോഗമായാലും, എത്ര പഴക്കം വന്ന രോഗമായാലും കർത്താവിന് സൗഖ്യമാക്കാൻ കർത്താവിന് അത് ഒരു വിഷയമല്ല. ഇപ്പോൾ ഇന്നലെ തുടങ്ങിയ അസുഖമായാലും 10 വർഷത്തിന് മുമ്പ് തുടങ്ങിയാലും 12 വർഷം മുമ്പ് തുടങ്ങിയതായാലും എത്ര വർഷം, എത്ര ഡെക്കേഡ്സ് ആയ രോഗമാണെങ്കിലും യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും. നമ്മളിന്ന് ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു സംഭവമാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് രസകരമായ ഒരു ക്യാപ്ഷൻ എനിക്ക് കിട്ടി. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പറയാം. മിറക്കിൾ ഓഫ് ദ ക്രോണിക് പേഷ്യൻറ്റ്. ഓക്കെ, എ ക്രോണിക് പേഷ്യൻറ്റ് ലൈങ് പേഷ്യൻ്റ്ലി അറ്റ് ദ ഹൗസ് ഓഫ് മേഴ്സി. അതായത് ഇങ്ങനെയാണ്, ഒരു ക്രോണിക് ഡിസീസുള്ള മനുഷ്യൻ വളരെ ശാന്തമായിട്ട്, സമാധാനമായിട്ട് കരുണയുടെ ഭവനത്തിൽ വിശ്രമിക്കുന്ന ഒരാൾ. നമുക്കത്, ഞാനിത് പറഞ്ഞ ഈ ശബ്ദം കേൾക്കുമ്പം അതിനകത്തൊരു പോസിറ്റീവ് തോന്നിയാലും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. കാരണം എ ക്രോണിക് പേഷ്യൻ ലൈങ് പേഷ്യൻ്റ്ലി അറ്റ് ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനത്തിൽ ശാന്തനായി 38 വർഷമായിട്ട് രോഗിയായിട്ട് കിടക്കുന്ന ഒരുത്തൻ. അതിനകത്ത് എന്താ പോസിറ്റീവായിട്ട് കാണാനുള്ളത്? ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ദൈനംദിന ഒരു റൂട്ടീനായിട്ട് അങ്ങ് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ രോഗമാകട്ടെ, മറ്റെന്തെങ്കിലും ദുർശീലങ്ങളാകട്ടെ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും. ഇത് ശരിയാകത്തില്ല, ഇത് മാറണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കുറേ അധ്വാനിക്കും, കുറേ പ്രാർത്ഥിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അത് മാറുന്നില്ലെന്ന് കാണുമ്പോൾ കുറച്ച് കാലം അതിനെക്കുറിച്ച് ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. എനിക്കിതുണ്ടല്ലോ എന്നൊക്കെ. പിന്നീട് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറുകയാണ്. നമ്മളതിനങ്ങ് സ്വീകരിക്കുക. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പം, ഈ രോഗങ്ങളെ നമ്മളിൽ വന്നാൽ, നമ്മുടെ ബോഡി വീണ്ടെടുക്കപ്പെടാത്തൊരു ബോഡി ആയതുകൊണ്ട് രോഗങ്ങൾ വരാം. പക്ഷേ ഈ രോഗങ്ങളെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം, ഒരാൾ പ്രാർത്ഥിച്ചു, നമ്മൾ എൻ്റെ പറഞ്ഞു ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ ആ പ്രാർത്ഥിച്ച കാര്യത്തെ അംഗീകരിച്ചു. അതാണ് ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഒരു പേരാണ് ആമേൻ. ആമേൻ എന്ന നാമമുള്ളവൻ. അപ്പോൾ യേശുവിൻ്റെ ഒരു പേരാണ് ആമേൻ എന്ന് പറയുന്നത്. വെച്ചാൽ ആൽഫയും ഒമേഗയുമാണ് കർത്താവ്. അപ്പോൾ നമുക്കൊരു രോഗം വന്നാൽ അതിനെ അവസാനിപ്പിക്കാൻ കഴിയുന്നത് കർത്താവിന് തന്നെയാണ്. കർത്താവിന് കഴിയുമത്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. നമുക്കറിയാവുന്ന ഭാഗമാണെങ്കിലും ഫേബ നമ്മുടെ ഇവിടെ ഉണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. നമ്മൾ അതിൻ്റെ 5-ാമത്തെ അധ്യായം 1 മുതൽ നമുക്ക് വായിക്കാം. യോഹന്നാൻ ചാപ്റ്റർ 5 വേഴ്സ് 1 onwards. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു.
അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വളരെ ഫെമിലിയറായ, വളരെ സുപരിചിതമായ, നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള, നമ്മൾ ഒത്തിരി സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളൊരു ഭാഗമാണിത്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതും ഒരു പക്ഷേ കേട്ടിട്ടില്ലാത്തതുമായ ചില ചിന്തകൾ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണം. ചിന്തകൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾ കുറച്ച് അറിവ് കിട്ടിയോണ്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ചിന്തകൾ, ഈ ആത്മീയ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമെങ്കിൽ എത്ര ക്രോണിക് ഡിസീസും സൗഖ്യമാകും. നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, അവിടെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് പോയി. പത്രോസ് പ്രസംഗിക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധന്മാരുടെ മേൽ വന്നു. അവർ പലരും അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് നമ്മുടെയൊക്കെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉള്ളത്, ഏതെങ്കിലും ഒരു ഭയങ്കര ഫേമസ് ആയ ദൈവദാസൻ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഒരു പക്ഷേ നമുക്കിന്ന് വളരെ പ്രശസ്തമായ രോഗസൗഖ്യത്തിൻ്റെ മിനിസ്ട്രി ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ വന്ന് ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് സൗഖ്യമായേനെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു പക്ഷേ നിങ്ങളിൽ പലരും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ നാവിലും, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ വചനത്തിൻ്റെ അധികാരം നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ നാവിലും തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന വിശ്വാസ വചനങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ, നിങ്ങളൊരു പക്ഷേ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ചില ക്രോണിക് ഡിസീസുകൾ ഒരൊറ്റ ഈവൻ നൗ, ഇപ്പം തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ അത് സംഭവിക്കും. അത് പ്രാർത്ഥിക്കുന്ന, പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വചനം പറയുന്ന എൻ്റെ ഏതോ കഴിവുകൊണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ബൈബിൾ വായിക്കുന്ന ഫേബയുടെ കഴിവുകൊണ്ടോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന നിതിൻ്റെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, പ്രൈസ് ദി ലോർഡ്, നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഈ മിനിസ്ട്രി ടീമിൻ്റെ ഒരു കഴിവുമല്ല, പക്ഷെ നിങ്ങൾ വചനം വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഒരു പക്ഷേ നാളുകളായിട്ട് ഫേസ് ചെയ്യുന്ന ചില മുട്ടുവേദനകൾ, ചില 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 ക്രോണിക് ഡിസീസുകൾ, ചില നടുവിൻ്റെ വേദനകൾ, ചില അലർജികൾ, പ്രൈസ് ഗോഡ്, ചില ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ചില ലങ്സ് സംബന്ധ ചില ആസ്മാറ്റിക് പ്രോബ്ലംസ്, ചില തലവേദനകൾ, ചില മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ, പ്രൈസ് ഗോഡ്, അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് രോഗം, ഞാനിവിടെ പേര് പറയാത്ത ഏത് രോഗമാകട്ടെ, ആ രോഗം ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് ഏത് വ്യക്തിയോ പറയട്ടെ, ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാവും. ഹല്ലേലൂയ, ആമേൻ. നമ്മളിവിടെ വായിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ഇതാണ്, എ ക്രോണിക് പേഷ്യൻറ്റ് ലൈങ് പേഷ്യൻ്റ്ലി അറ്റ് ദ ഹൗസ് ഓഫ് മേഴ്സി. അതായത് കരുണയുടെ ഭവനം എന്ന് പേരുള്ള ബെതസ്ത എന്ന് പറയുന്ന ആ കുളക്കരയിൽ 38 വർഷമായിട്ട് രോഗിയായ ഒരുത്തൻ ശാന്തമായിട്ട് കിടക്കുക എന്ന് വെച്ചാൽ അവനിതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാനീ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല ആളുകളും ചില നാളുകളായിട്ട് ചില മരുന്ന് കഴിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങളെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെ നിങ്ങൾ സ്വീകരിച്ചു. പ്രൈസ് ഗോഡ്. ഇപ്പം എനിക്ക് കൈയുണ്ട്, ഈ കൈ ഞാൻ അംഗീകരിക്കുക, കാരണം എൻ്റെ ഒരു ശരീരഭാഗമായത് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ഈ രോഗത്തെ വർഷങ്ങളായിട്ട്, ഒരു പക്ഷേ 12, 10, 7 അല്ലെങ്കിൽ 15 വർഷമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ രോഗത്തെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റൊരു അവയവമായി നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് അത് ടോട്ടലി മാറാത്തത് എന്ന് ഞാൻ ബൈബിൾ പ്രകാരം പറഞ്ഞാൽ തെറ്റല്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവൻ സൗഖ്യമായത്. ഇനി അതിനു മുമ്പ് എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്? ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പം ഞാൻ ഓർത്തൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് രോഗം വരുന്നത്? ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒരു രോഗം വരത്തക്ക തരത്തിലാണോ നമ്മളെ സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. നമുക്ക് രോഗം വരാനോ, നമുക്ക് വിഷാദങ്ങൾ സംഭവിക്കാനോ, നിരാശ സംഭവിക്കാനോ, ആത്മഹത്യയുടെ ചിന്തകൾ വരാനോ, മാനസികമായ മെൻ്റൽ ഡിസോർഡറുകൾ വരാനോ, ക്രോണിക് ഡിസീസ് ആകട്ടെ, ഒരു രോഗവും വരുവാൻ തക്ക തരത്തിലല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ക്രിയേഷൻ.
മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇപ്പം മരങ്ങൾ, അതുപോലെ ജീവജാലങ്ങൾ, സസ്യലതാദികൾ, ജന്തുക്കൾ, ഇഴജന്തുക്കൾ, പക്ഷികൾ, ജലജന്തുക്കൾ, ഇതിനെല്ലാം ദൈവം ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞാൽ ഉണ്ടായതാണ്. എന്നാൽ മനുഷ്യനങ്ങനെ ഉണ്ടാക്കിയതല്ല. മനുഷ്യനെ ദൈവം അധ്വാനിച്ചു, നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യരൂപമാക്കിയെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ മുഖം ചേർത്ത് വെച്ചു. ദൈവത്തിൻ്റെ മൂക്ക് മനുഷ്യൻ്റെ മൂക്കിനോട് ഒട്ടിച്ച് ചേർത്തു, അല്ലെങ്കിൽ ചേർന്ന് നിന്നു. ദൈവത്തിൻ്റെ ആ ചുണ്ടും മനുഷ്യൻ്റെ ആ ലിപ്പുമായിട്ട് ചേർന്ന് വന്ന് ദൈവം ജീവശ്വാസമൂതി. പ്രൈസ് ഗോഡ്. അപ്പോൾ മനുഷ്യനൊരു ജീവനുള്ള ദേഹിയായി മാറി. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ക്രിയേഷൻ ആരെന്ന് ചോദിച്ചാൽ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് കേട്ടോ, ഇത്ര ഭയങ്കരവും അതിശയകരമായ കർത്താവെ നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ. അപ്പോൾ എത്ര അതിശയകരമാണ് നമ്മുടെ ആ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ വി വെ സോ പെർഫെക്റ്റ്. നമ്മളെ ദൈവം ഉണ്ടാക്കിയപ്പോൾ ഒരു ഊനവുമില്ല ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. പിന്നീട് രോഗം എങ്ങനെ വന്നു അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളത് ശ്രദ്ധിക്കണം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3:17-18, ജെനസിസ് ചാപ്റ്റർ 3:17-18 വായിക്കാം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് ശ്രദ്ധിച്ചേ, അവിടെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ ഫലം നീ പറിച്ച് തിന്നതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. വായിച്ചോ. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. ശ്രദ്ധിക്കൂ, നിങ്ങൾ നോക്കിയേ, മനുഷ്യൻ പാപം ചെയ്യുന്നത് വരെ ഭൂമിയിൽ മുള്ളും പറക്കാരയും ഉണ്ടായിരുന്നില്ല. തോൺസ് ആൻഡ് തിസിൽസ്. നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമായത്. പക്ഷേ ആ ഭൂമിക്ക് ആവശ്യമില്ലാതിരുന്നൊരു സാധനം തോൺസ് ആൻഡ് തിസിൽസ്, നമുക്കതുകൊണ്ട് ശല്യം മാത്രമേ ഉള്ളൂ. ആ സാധനം മുളയ്ക്കാൻ തുടങ്ങിയത് മനുഷ്യൻ്റെ പാപത്തിന് ശേഷമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ വിയർക്കാൻ തുടങ്ങിയത് മനുഷ്യൻ്റെ പാപത്തിന് ശേഷമാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഭൂമിയിൽ മനുഷ്യൻ്റെ പാപം നിമിത്തം വേണ്ടാത്ത ചില സാധനങ്ങൾ കിളിച്ചു വന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ ബോഡിയിൽ കിളിച്ചു വരുന്ന രോഗങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ആമേൻ. നമുക്ക് ആസ്മ ആവശ്യമുണ്ടോ? നമുക്ക് ഹാർട്ട് പ്രോബ്ലം ആവശ്യമുണ്ടോ? നമുക്ക് മൈഗ്രെയിൻ ആവശ്യമുണ്ടോ? ചെന്നികുത്ത് ആവശ്യമുണ്ടോ? നടുവേദന ആവശ്യമുണ്ടോ? മുട്ടുവേദന ആവശ്യമുണ്ടോ? യൂട്രസ് പ്രോബ്ലംസ് ആവശ്യമുണ്ടോ? ലിവർ സിറോസിസ് ആവശ്യമുണ്ടോ? അലർജിക് പ്രോബ്ലംസ് ആവശ്യമുണ്ടോ? ഇതൊന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനമേ അല്ല. മെൻ്റൽ ഡിസോർഡറുകൾ നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഈ രോഗങ്ങൾ, അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. നമ്മൾ കിളിച്ച് നിൽക്കുക അത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ പാപനിമിത്തം മുള്ളും പറക്കാരും കിളിച്ചു വന്നുവെങ്കിൽ, ആ മനുഷ്യൻ്റെ പാപം എപ്പോൾ സംഭവിച്ചോ അവിടെ മുതൽ മനുഷ്യൻ്റെ ശരീരം രോഗത്തിന് അടിമപ്പെടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മുള്ളും പറക്കാരെയും ഭൂമിയിൽ കിളിച്ചു വന്നതുപോലെ മനുഷ്യൻ്റെ ബോഡിയിൽ മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങൾ കിളിർക്കുവാനും വളരുവാനും തുടങ്ങി. ഹല്ലേലൂയ. ഇനി എന്താണ് അതിനൊരു പരിഹാരം? നമ്മൾ അങ്ങോട്ട് വരികയാണ്. നമുക്ക് നോക്കാം ഈ രോഗങ്ങൾ വരുന്നത് എങ്ങനെയൊക്കെയാണ്. ഒരുപാട് രീതിയിൽ വരാം. ഞാൻ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, പാരമ്പര്യമായ രോഗങ്ങൾ വരാം. ഇപ്പോൾ അപ്പന്മാർക്കോ അമ്മമാർക്കോ ഉള്ളതായ രോഗങ്ങൾ മക്കളിലേക്ക് DNA വഴി വരാൻ മെഡിക്കലി തന്നെ അത് പ്രൂവണാണ്. ഇനി ബിബ്ലിക്കലി ആണെങ്കിലും അതിന് പാരമ്പര്യ ശാപങ്ങൾ എന്ന ലിസ്റ്റിൽ നമുക്ക് പെടുത്താൻ കഴിയും. പ്രൈസ് ഗോഡ്. അതായത് ഒരു കുടുംബത്തിൽ തലമുറയായിട്ട് ഷുഗർ പേഷ്യൻറ്റുകളാണ്. വല്യപ്പച്ചനും അപ്പച്ചനും മോനും കൊച്ചുമോനും ഒക്കെ ഇങ്ങനെ ഷുഗർ പേഷ്യൻ്റ് ആകുകയാണെങ്കിൽ അത് തലമുറ കൈമാറുന്ന ഒരു രോഗം, അത് പാരമ്പര്യ രോഗമാണത്. അത് ഒരു കാര്യം. ചിലപ്പം വേറെ ഹാർട്ട് പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ തലമുറ കൈമാറും. ഭ്രാന്ത് ഒക്കെ ഇങ്ങനെ തലമുറ കൈമാറുന്നത് നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയും. ഞാൻ ഒത്തിരി അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വിഷയം കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാനതെന്തുകൊണ്ട് അതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പാരമ്പര്യയുടെ രോഗങ്ങൾ വരാം. നിങ്ങൾ ആരെങ്കിലും പാരമ്പര്യമായിട്ട് നിങ്ങളുടെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ
നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്നോ തലമുറ തലമുറയായി കൈമാറിയ രോഗത്തിന് അടിമയാണെങ്കിൽ വിശ്വാസിയായിട്ടും നിങ്ങൾക്കതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും. ആമേൻ, ആമേൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ദൈവമക്കളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തോ നമ്മൾ പിന്നെ ലോക മനുഷ്യർക്ക് പിന്നെ വ്യത്യാസം എന്താ ഉള്ളത്? എന്നാൽ പിന്നെ ലോക മനുഷ്യരടങ്ങ് ജീവിച്ചാൽ പോരെ. ഹല്ലേലൂയ. ഞാൻ പറയും ദൈവമക്കൾക്ക് രോഗം വന്നുകൂടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്തു വന്നാലും, കർത്താവ് പറഞ്ഞ നമുക്ക് എന്തു വന്നാലും അതിനൊരു പരിഹാരം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ട്. അത് സത്യമാണ്. രണ്ടാമത്തെ വരുന്നൊരു രീതി, രോഗാണുക്കളാൽ രോഗം വരാം. ഞാൻ പറഞ്ഞു പാരമ്പര്യം താൽ രോഗം വരാം. രോഗാണുക്കളാൽ നമ്മുടെ പിതാക്കന്മാർക്കൊന്നുമില്ലാത്ത, ഇപ്പം നമ്മുടെ മരിച്ചുപോയ ആളുകൾ, ഇപ്പം എൻ്റെ ഡാഡിയും മമ്മിയും മരിച്ചു, അവർക്കാർക്കും കോവിഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്ന രോഗം എനിക്ക് തോന്നുന്നു ഈ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമേ സംഭവിച്ചൊരു കാര്യമാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇല്ലെന്ന് തന്നെ ആൾക്കാർ പറയുന്നത്. ലോകം മുഴുവൻ നിറഞ്ഞിരുന്ന ഒരു സംഗതി, നോഹയുടെ കാലത്തൊരു ജലപ്രളയം ലോകം മൊത്തം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. ചരിത്രം അതിനെ കുറേ അംഗീകരിക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ ലോകം മൊത്തം ഒരു ബാധ വന്ന കേസൊന്നും നമുക്കേം കാണാൻ കഴിയുന്നില്ല ഈ കോവിഡ് അല്ലാതെ. അപ്പോൾ ഈ കോവിഡ് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കോവിഡ് വന്ന് മരിക്കുന്ന ആളുകളെല്ലാം മോശക്കാരായിരുന്നോ? അല്ലെങ്കിൽ അവർ ദുഷ്ടരായിരുന്നോ? ഒന്നുമല്ല. അവരാരും ദുഷ്ടരായതുകൊണ്ടല്ല അവർ മരിച്ചുപോയത്. അപ്പോൾ ഈ രോഗാണുവിന് ആളുകളെ കൊല്ലാൻ കഴിയുന്നു. ഈ രോഗാണുവിന് ആളുകളെ രോഗിയാക്കാൻ കഴിയുന്നു. അപ്പോൾ രോഗാണുക്കളാൽ രോഗം വരാം. പ്രൈസ്. പല രോഗങ്ങളും രോഗാണുക്കളാലാണ് വരുന്നത്. നമുക്കിപ്പോൾ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കോവിഡ് തന്നെയാണ്. ചൈനയിൽ തുടങ്ങി അതിപ്പം ലോകം മൊത്തം വ്യാപിച്ചു. പ്രൈസ് ഗോഡ്. രോഗാണുക്കൾ രോഗം കൊണ്ടുവരാം. മൂന്നാമത്തത്, പാപം നിമിത്തം രോഗങ്ങൾ വരാം. അതാണ് ആൾക്കാർക്ക് അംഗീകരിച്ച്, ഈ ആദ്യം ഞാൻ രണ്ടും അംഗീകരിക്കും. പക്ഷേ ഈ മൂന്നാമത്തെ ഇച്ചിരി പാടാ അംഗീകരിക്കണം. നാം ചെയ്യുന്ന പാപങ്ങൾ നമ്മളെ രോഗികളാക്കി മാറ്റാം. എത്ര എക്സാമ്പിളുണ്ട് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ഗോഡ്. അത് ബൈബിളിൽ നിന്ന് പറയാം, ആനുകാലികമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇഷ്ടംപോലെ പറഞ്ഞുതരാം. നമ്മുടെ മുമ്പിൽ അതിന് സമയമില്ല. ഹല്ലേലൂയ. ബൈബിളിൽ 1-2 എക്സാമ്പിൾ പറയാം. നമ്മുടെ പാപങ്ങൾ നിമിത്തം രോഗങ്ങൾ വരാം. ഹല്ലേലൂയ. ദൈവത്തിന് സഹിക്കാൻ കഴിയാത്ത പാപങ്ങൾ നാം ചെയ്ത് നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതെ അതിൽ തന്നെ തുടർന്നു പോയാൽ കഠിനമായ രോഗങ്ങൾ നമ്മളെ ബാധിക്കാം. 1-2 ഞാൻ എക്സാമ്പിൾ പറയാം. 1-2 വാക്കുകൾ വായിക്കും നമുക്ക് മനസ്സിലാവുന്നത്. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 12:8-10 വരെ. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയെന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഈ മിരിയാം എന്ന് പറയുന്ന ആള് നമുക്കറിയാം മോശയുടെ സിസ്റ്ററാണ്. ഒന്ന് പറഞ്ഞാൽ മോശ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ മിരിയാം നിമിത്തമാണ്. കാരണം മോശയെ തൻ്റെ അമ്മ കൊണ്ടുവന്ന് ഞാങ്ങണപ്പെട്ടകത്തിൽ നൈൽ നദി കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു 10 വയസ്സെങ്കിലും പ്രായമുള്ള, ബൈബിൾ കറക്റ്റ് പ്രായം പറയുന്നില്ല, എങ്കിലും 10 വയസ്സിലും കാണും നമുക്ക് ചിന്തിക്കാം. അത്രയും ബുദ്ധിയുള്ളൊരു പെണ്ണാണെങ്കിൽ 10 വയസ്സിലും കാണും. മോശയ്ക്ക് ആ സമയത്ത് 3 മാസം, അഹരോന് 3 വയസ്സ്, മിരിയാമിന് ഒരു 10 വയസ്സിലും കാണും. 7 മുതൽ 10 വയസ്സ് വരെ കാണും. അപ്പോൾ ഈ കുഞ്ഞിന് എന്തു ഭവിക്കുമെന്ന് കണ്ട് അവിടെ നോക്കി നിൽക്കുകയും ഈ കുഞ്ഞിനെ ഫറവോൻ്റെ പുത്രി എടുക്കുമ്പോൾ ഓടിച്ചെന്ന് ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒരു എബ്രായ സ്ത്രീയെ ഞാൻ അറേഞ്ച് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ച് സ്വന്തം അമ്മയ്ക്ക് സാലറി വാങ്ങിച്ചു കൊടുത്ത് പാല് കൊടുക്കാൻ വഴികൾ തുറന്നു കൊടുത്തൊരു പെണ്ണാണ് ഇവള്. എന്ന് വെച്ചാൽ മോശ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് നൈൽ നദിയിൽ മുതല വിഴുങ്ങാതെ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാനാണ്. എങ്കിലും ദൈവം ഉപയോഗിച്ചത് മിരിയാമിനെയാണ്. ഇവർ ചെങ്കടൽ കടന്ന് പുറത്തു വരുമ്പോൾ, ഇവർ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ലേഡി വേർഷിപ്പ് ലീഡർ, ബൈബിളിലെ ആദ്യത്തെ ലേഡി വേർഷിപ്പ് ലീഡർ. ഇന്ന് പെണ്ണുങ്ങൾ വേർഷിപ്പ് ലീഡ് ചെയ്യുന്നതിനൊക്കെ ചില ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ആദ്യമായിട്ട് വേർഷിപ്പ് ലീഡ് ചെയ്തൊരു ലേഡിയാണ് മിരിയാം. മിരിയാം ഒരു പ്രവാചകയായിരുന്നു. താൻ പ്രവചനം പറയുമായിരുന്നു, വേർഷിപ്പ് ലീഡ് ചെയ്യുമായിരുന്നു. 3 ലീഡേഴ്സിൽ ഒരു ലേഡി ലീഡർ തന്നെയായിരുന്നു മിരിയാം. പക്ഷെ മോശയെ ദൈവം ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ മിരിയാമിനും അഹരോനും ഇച്ചിരി അസൂയുണ്ടായി. മോശയ്ക്കെതിരെ പിറുപിറുത്തു. മോശയുടെ ഭാര്യയുടെ കളറിനെക്കുറിച്ചൊരു ക്രിറ്റിസിസം നടത്തി. പ്രൈസ് ഗോഡ്. അവൾ കുഷ്ഠരോഗിയായി മാറി. കുഷ്ഠരോഗം എന്ന് പറയുന്നത് അന്നും ഇന്നും ഏറ്റവും ആളുകൾ വെറുക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ മിരിയാം കുഷ്ഠരോഗിയായത് രോഗാണു നിമിത്തമല്ല, പാരമ്പര്യമല്ല, അവരുടെ പാപം നിമിത്തമുള്ള കുഷ്ഠരോഗിയായി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ
മിരിയാം ചെയ്ത പോലുള്ളതായ ചില പാപങ്ങൾ നാം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആത്മീയ കുഷ്ഠമുണ്ടാകാം, അല്ലെങ്കിൽ ശാരീരികമായ രോഗങ്ങളിലേക്ക് അത് എത്തിച്ചേരാൻ സാധ്യത വളരെയാണ്. പ്രൈസ് ഗോഡ്. ഇനി വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5:27. 2 രാജ 5:27. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്നവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഗേഹസി, എലീശായുടെ അരുമശിഷ്യൻ ഗേഹസി, ദ്രവ്യാഗ്രഹ ഗേഹസി. അപ്പോൾ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂല കാരണമല്ലോ എന്ന് തിമോത്തിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവദാസൻ എലീശ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ച സ്വത്ത് ദ്രവ്യാഗ്രഹത്തോടുകൂടി അവരുടെ പുറകന് ഓടി നയമാൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് കുറച്ച് വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ പ്രിറ്റൻഡ് ചെയ്ത് എലീശയുടെ മുമ്പിൽ നിന്ന് കളിച്ചവൻ. എലീശ ആത്മീയനായതുകൊണ്ടും പ്രവാചകനായതുകൊണ്ടും ഇവൻ എവിടെ പോയെന്നും എന്തു ചെയ്യുന്നു ആത്മാവിൽ പുള്ളിക്ക് വെളിപ്പെട്ടു. പുള്ളി നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പം പുള്ളി കുറേ കള്ളമൊക്കെ പറഞ്ഞു, വീണ്ടും കള്ളവും കൂടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താ, നയമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതിക്കും എന്നേക്കും ഇരിക്കട്ടെ. അപ്പോൾ നോക്കൂ, അപ്പൻ ചെയ്ത തെറ്റിന് തലമുറയായിട്ട് ആ കുഷ്ഠം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ആത്മീയകോളത്തിൽ ഇച്ചിരി അംഗീകരിക്കുന്ന ആൾക്കാർ പ്രയാസമാണെങ്കിലും നമ്മുടെ മുൻ തലമുറകൾ ചെയ്ത പാപങ്ങളുടെ ആ ഒരു തുടർച്ച തലമുറകളിലേക്ക് ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിലുണ്ട്. അത് 10 കൽപ്പനയ്ക്കകത്ത് തന്നെ ഉണ്ടല്ലോ. പിതാക്കന്മാരുടെ ആ കൃത്യം മക്കളുടെ മേൽ 3ഉം 4ഉം തലമുറ മേൽ സന്ദർശിക്കും എന്ന് തന്നെയാണ് ഉള്ളത്. ദൈവവചനമാണ് അത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നയമാൻ്റെ കുഷ്ഠം ഗേഹസിക്ക് കിട്ടി. അവൻ്റെ പാപമായിരുന്നു, ദ്രവ്യാഗ്രഹം എന്ന പാപമായിരുന്നു അതിൻ്റെ കാരണം. ഒന്നുകൂടെ തരാം. 2 ദിനവൃത്താന്തം 26:19. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. പ്രൈസ് ദി ലോർഡ്. ഉസിയാവ് എന്ന രാജാവ് നമുക്കറിയാമല്ലോ. ഉസിയ നമുക്കല്ല, കാരണം നമ്മൾ ഏഷ്യ 6-ാമത്തെ അറിയാത്ത ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് നമ്മളെപ്പോഴും പറയും അല്ലേ. എങ്ങനെയാണ് മരിച്ചത്? കുഷ്ഠരോഗിയായിട്ട്. എങ്ങനെ കുഷ്ഠരോഗിയായി? പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആലയത്തിൽ കയറി ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ധൂപം കാട്ടുവാൻ ശ്രമിക്കും. പുരോഹിതന്മാർ പറഞ്ഞു ചെയ്യരുത്. രാജാവേ ചെയ്യരുത്, നിനക്ക് ദോഷമാകും. മൈൻഡ് ചെയ്തില്ല. ചെയ്യുവടോ, കോപിച്ചുകൊണ്ട് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ജീവിതകാലം മൊത്തം ഒരു കുഷ്ഠരോഗാലയത്തിൽ അവനെ പൂട്ടിയിട്ടു. കുഷ്ഠരോഗിയായിട്ട് മരിച്ചു. പാപമാണ്. ഞാൻ പറഞ്ഞു വന്നത്, പാപം നിമിത്തം രോഗങ്ങൾ വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും പുതിയ നിയമത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന്. നമുക്ക് നോക്കാം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യോഹന്നാൻ 5:14. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇവൻ പഴയ നിയമ വിശ്വാസിയാണ്. ശരിയാ, എനിക്കറിയാം. ഇവൻ രക്ഷയുടെ സ്ഥാനപ്പെട്ടവനൊന്നുമല്ല. ഇവൻ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവർ അല്ല. യേശുവിൻ്റെ കാലമാണത്. പ്രൈസ് ഗോഡ്. അവൻ ഈ 38 വർഷമായിട്ട് രോഗിയായിട്ട് ബെതസ്ത എന്ന് പറയുന്ന ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം എന്ന് പറയുന്ന ഈ കോളത്തിൻ്റെ കരയിൽ 38 years എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു ഇവൻ്റെ അടുക്കൽ വരുമ്പോൾ യേശുവിന് 31-32 വയസ്സേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ യേശു ജനിക്കുന്നതിന് 6-7 വർഷങ്ങൾക്ക് മുൻപേ രോഗിയായി ഇവൻ. എന്തായാലും ജനിച്ചപ്പോഴേ രോഗിയൊന്നും ആയിരിക്കത്തില്ല, കാരണം ഇവൻ്റെ പാപനിമിത്തം ഇവന് രോഗം ഉണ്ടായത്. അപ്പോൾ ഇവനിപ്പോൾ കുറഞ്ഞതൊരു 10-60 വയസ്സിലും കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബൈബിൾ പ്രായം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. കാരണം ഇവൻ കഠിനമായ ഒരു രോഗം വരത്തക്ക തരത്തിൽ പാപം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിവിടെ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ പാപിയായ ഒരു മനുഷ്യൻ. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇവൻ ബെതസ്ത കുളക്കരയിൽ വന്നു. അപ്പോൾ ഈ കുളക്കരയിൽ വന്ന് നേരെ അങ്ങ് രോഗിയായിട്ട് വന്നപ്പോൾ വന്നയാണോ? അല്ല. കാരണം ഇവൻ രോഗിയായതിനു ശേഷം ഇവൻ ഒരുപാട് ഈ രക്തസ്രവക്കാരിയെ പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി കാണും, പല മന്ത്രവാദികളുടെ അടുക്കൽ പോയി കാണും. ഇവൻ ഈ രോഗസൗഖ്യത്തിൻ്റെ അവിടെല്ലാം പോയി കാണും. അവസാനം ഗതി കെട്ടപ്പോൾ ആരോ പറഞ്ഞത് ഇങ്ങനെ യെരുശലേമിൽ ഇങ്ങനെ ബെതസ്ത എന്ന് പറഞ്ഞൊരു കുളമുണ്ട്, അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു റിട്രീറ്റ് സെൻ്ററാണ്, രോഗികളൊക്കെ സൗഖ്യമാവുന്നുണ്ട്, അവിടെ ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. ആ കലക്കുന്ന സമയത്ത് ആദ്യം ചാടി വീണാൽ ആദ്യം വീഴുന്നത് സൗഖ്യമാവുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക.
അതുകൊണ്ട് ചേട്ടൻ അവിടെ നിന്ന് പോയാൽ ഞങ്ങൾ കൊണ്ടുപോവാം. ആരോ കൊണ്ട് കിടത്തി അവിടെ, അല്ലെങ്കിൽ അവൻ തന്നെ വന്നേ അവന് തളർവാദമൊന്നും ഇല്ലെന്ന് നമുക്കിവിടെ വായിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 38 വർഷമായിട്ട് ഇവനിവിടെ കിടക്കുക. ദാറ്റ് മീൻസ് ഇവനൊരു 50 മേൽ പ്രായമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് അവൻ്റെ കാരണം? ഒന്നുകൂടെ വാക്യം വായിച്ചു. ഇപ്പം വായിച്ചാ. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൗഖ്യം അതിന് ശേഷമുള്ള വാക്യം നമ്മളിപ്പം വായിച്ചത്. സൗഖ്യമായി അവൻ ദേവാലയത്തിൽ കയറി. ഞാൻ അങ്ങോട്ട് വരിക. അപ്പോൾ അവിടെ പറയുന്നു, ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ നീ പാപം ചെയ്യരുത്. ചില ആളുകളൊക്കെ ഈ ചില ക്രൂസേഡിനോ അല്ലെങ്കിൽ ചില ദൈവദാസ പ്രാർത്ഥിച്ച സൗഖ്യമൊക്കെയാണ് സത്യമാണ് സൗഖ്യമാകുന്നത്. അവർക്ക് പിന്നെ രോഗം വരുന്നത് ഈ സൗഖ്യമാക്കിയ ദൈവദാസന്മാരുടെ കുഴപ്പമോ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ കുഴപ്പമോ പരിശുദ്ധന്മാരുടെ അഭിഷേകത്തിൻ്റെ കുഴപ്പമോ ഒന്നുമല്ല. ഈ സൗഖ്യമായ ആളുകൾ വീണ്ടും പാപം ചെയ്താൽ അവർക്ക് മുൻപേ എത്ര രോഗമുണ്ടായിരുന്നു അതിൻ്റെ 7 ഇരട്ടി വരുമെന്ന് ബൈബിളിൽ തെളിവുണ്ട്. പ്രൈസ് ഗോഡ്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? ഒരു ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ തണുപ്പ് അന്വേഷിച്ച് പലയിടത്തും കറങ്ങി എങ്ങും തണുപ്പ് കിട്ടാതെ മടങ്ങി വരുമ്പോൾ ഞാൻ പോയ ഭവനം ഇപ്പോൾ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടേക്കുന്നു എന്ന് വെച്ചാൽ പരിശുദ്ധന്മാർ വന്നപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ക്ലീനായി. ഇപ്പോൾ ഇവനെന്തോ വേണ്ടാതിനും കാണിച്ചപ്പോൾ ദൈവാത്മാവ് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ സംഗതിയെല്ലാം വൃത്തിയായിട്ട് കിടക്കുക. ആ ദുരാത്മാവ് പറഞ്ഞു, ഞാൻ പോയിട്ട് എന്നിലും ശക്തിയേറിയ 7 ഭൂതങ്ങളെ കൂടെ കൊണ്ട് ഞാനിവിടെ പാർപ്പിക്കും. ആ മനുഷ്യൻ്റെ സ്ഥിതി പിന്നത്തേലും കൂടുതൽ വഷളായി മാറുന്നു. പ്രൈസ് ഗോഡ്. അപ്പം നമ്മൾ പാപം നിമിത്തം ഉണ്ടായ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് വീണ്ടും അതേ പാപങ്ങൾ നാം ചെയ്യുവാൻ തയ്യാറായാൽ നമുക്ക് സൗഖ്യമാകുന്നതിന് മുമ്പ് ആ രോഗം എത്ര കഠിനമായിരുന്നോ ഒരുപക്ഷെ സൗഖ്യമായതിനു ശേഷം അതിനേക്കാൾ കഠിനമായിട്ട് ആ രോഗം ഉണ്ടാകുമ്പോൾ ആളുകൾ പറയും, കേട്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞു സൗഖ്യമൊന്നും ആയില്ലെന്ന്, ചുമ്മാ ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഏതാണ്ടൊരു ഇമോഷനായിരുന്നു എന്നൊക്കെ പറയും. ഇമോഷനൊന്നുമല്ല, സൗഖ്യമായത് തന്നെയാണ്. ഹല്ലേലൂയ. ഇവൻ്റെ കയ്യിലിരിപ്പുണ്ടാണ് പിന്നെ അത് വന്നത്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ദൈവവചനത്തെയോ നമുക്കൊരു പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ കുറ്റം പറയരുത്. എന്തുകൊണ്ട് എനിക്കത് വീണ്ടും വന്നു, എന്തുകൊണ്ടത് കഠിനമായിട്ട് വന്നു എന്ന് നമ്മൾ ദൈവത്തിൽ ഇരുന്നൊന്ന് ചിന്തിക്കണം. നമുക്ക് എവിടെ തെറ്റുപറ്റിപ്പോയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? പ്രൈസ് ഗോഡ്. ഇനി നമുക്ക് 5-ന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. യേശു അവനെ കണ്ടു, 38 വർഷമായി കിടക്കുന്നു, ഏറിയ കാലമായി കിടക്കുന്നു എന്ന് അറിഞ്ഞു. പ്രൈസ് ഗോഡ്. അവിടെ എത്രയോ പേര് കിടപ്പുണ്ട്. ഈ കുളത്തിൻ്റെ കരയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ കിടപ്പുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് വളരെ വളരെ സ്പെസിഫിക്കായിട്ട് യേശു വന്നു. വളരെ പെർട്ടിക്കുലർ യേശു അവിടേക്ക് വരിക. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവൻ ഏറെ കാലമായി ഇങ്ങനെ കിടക്കുന്നു. യേശു അറിഞ്ഞു. യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുക. ഹല്ലേലൂയ. ആ ചോദിക്കുന്ന ചോദ്യത്തിനല്ല അവൻ മറുപടി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നല്ല പറയേണ്ടത്. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി യേശു കർത്താവ് നിങ്ങളോട് ചോദിക്കണം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് വിടുവിക്കപ്പെടുവാൻ മനസ്സുണ്ടോ? നീ ആയിരിക്കുന്ന ആ ഒരു അഡിക്ഷൻ, ഈ അഡിക്ഷന് പുറത്തു വരാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിൻ്റെ ആ ദുഃഖത്തിൽ നിന്ന്, ആ ഒരു നെരിപ്പോട്ടിൽ കിടന്ന് ഞെരിഞ്ഞ് അല്ലെങ്കിൽ നശിക്കുന്ന അനുഭവത്തിൽ പുറത്തു വരാൻ മനസ്സുണ്ടോ? പുകഞ്ഞ് നശിക്കുന്ന അനുഭവത്തിൽ പുറത്തു വരാൻ മനസ്സുണ്ടോ? ഇഫ് there's a will, there's a way, there's a will, there's a way. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട് അതിന്. ദൈവമക്കളെ, അത് ഒരു ബിബ്ലിക്കൽ തോട്ടല്ല, അത് ലോകക്കാർ പറയുന്ന ചിന്തയാണ്. ഇഫ് there's a will, there's a way. നമുക്കൊരു മനസ്സുണ്ടോ, ഒരു വഴിയുണ്ട് അതിന്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ കർത്താവേ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് അത് തന്നെയാണ് ചോദിക്കുന്നത്. ഡു യു വാണ്ട് ടു ബി ഗെറ്റ് വെൽ? നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ? അന്നേരം പറയും, അയ്യോ അത് പിന്നെ പാസ്റ്റേ, അത് ഇത് 10-12 വർഷമായി പാസ്റ്റേ, ക്രോണിക്കാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു, വല്യമ്മച്ചിക്കും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാസ്റ്റേ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളതിന് ആമേൻ, ആ രോഗത്തിന് ആമേൻ പറയുകയാണ് നിങ്ങൾ.
ഹല്ലേലൂയ. പക്ഷേ കർത്താവ് 38 വർഷമായിട്ട് ഉള്ള ഈ ക്രോണിക് ഡിസീസിനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കി കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേണ്ടാത്ത ആൻസേഴ്സ് ഒന്നും പറയണ്ട. അവൻ പറയുന്നത് എന്താണ്? കർത്താവേ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. എനിക്ക് ആരുമില്ല. നമ്മൾ ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ചിന്ത, എനിക്ക് ആരുമില്ല പാസ്റ്ററെ, എനിക്ക് ആരുമില്ല. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും നമുക്ക് ആരുമില്ലാതെ വരുമ്പോഴാണ് യേശു നമ്മുടെ കൂടെ വരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പത്മോസ് ദ്വീപിൽ യോഹന്നാനോട് ആരുമില്ലാതിരുന്നപ്പോഴാണ് മറ്റു 11 ശിഷ്യരും കണ്ടിട്ടില്ലാത്ത ഒരു ശക്തമായ മാനിഫെസ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ ആരും കണ്ടിട്ടില്ലാത്തൊരു രൂപം യോഹന്നാൻ കണ്ടത് പത്മോസിലാണ്. പ്രൈസ് ദി ലോർഡ്. ഡാനിയേൽ ഗുഹയ്ക്കകത്ത് ആരുമില്ലാതെ കിടക്കുമ്പോഴാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സർവശക്തിയുള്ള കരം കണ്ടത്. പ്രൈസ് ദി ലോർഡ്. പൗലോസും ശീലാസും അർദ്ധരാത്രി എന്ന് പറയുന്നത് ദ ടൈം ഓഫ് ഡാർക്ക്നെസ്, നമ്മുടെ ജീവിതത്തിൽ ഇരുളിൻ്റെ അവസ്ഥകൾ. അതിന് നടുവിൽ അവിടെ ആളുകളുണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ല. അന്ന് രാത്രിയിൽ അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി അന്ന് രാത്രി കണ്ടു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും എനിക്കാരുമില്ലെന്ന് പറയരുത്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കും, നിങ്ങളുടെ സഹോദരങ്ങളില്ലായിരിക്കും, നിങ്ങളുടെ പാരൻസ് ഇല്ലായിരിക്കും, നിങ്ങളുടെ പാസ്റ്റേഴ്സ് ഇല്ലായിരിക്കും. ഇവിടെയാണ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് വ്യക്തിപരമായി നിങ്ങളോട് ഇടപെടാൻ താല്പര്യമുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അവൻ പറയുന്നത് എനിക്ക് ആരുമില്ല കർത്താവേ. അടുത്ത വാക്യം പറയുന്നതാണ്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് വെച്ചാൽ അവൻ അല്പം കഴിവുകളുണ്ട്, തീരെ കഴിവൊന്നും ഇല്ലാതിരിക്കുന്നില്ല, എനിക്ക് തനിയെ ചെല്ലാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? മുട്ടുകുത്താൻ മുട്ടിന് വേദനയെ വേണ്ട, കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, പായിൽ കിടന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കമന്ന് കിടന്ന് മുഖം അമർത്തി പ്രാർത്ഥിക്കുക, നടന്ന് പ്രാർത്ഥിക്കുക, കസേര ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ പ്രാർത്ഥിക്കുക, നാവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. an act of faith, an act of obedience. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, രോഗം വരുമോ മരിക്കുമെന്ന് ഭയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം നടുവിൽ ഞാൻ പറയുന്ന പ്രാർത്ഥന കൊണ്ടൊരു കോട്ട കെട്ട്. നിങ്ങൾ ദൈവത്തെ ആരാധിച്ച് വേർഡ് പ്രൊക്ലൈം ചെയ്ത് നിങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട കെട്ട് നിങ്ങൾ. ഹല്ലേലൂയ. നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് ദൈവത്തെയോ ദൈവദാസന്മാരെയോ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയോ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കൂടെ എപ്പോഴും എല്ലാവരും കാണത്തില്ല ദൈവമക്കളെ. പക്ഷെ എല്ലാവരും മാറിപ്പോയാലും കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആരെല്ലാം മാറിപ്പോയാലും. ഇപ്പം ഇന്ന് ഞാൻ രാവിലെ ഒരു പ്രാർത്ഥനയിലെ ഒരു ഗ്രൂപ്പ് പ്രയറിലുണ്ടായിരുന്നു, ഒരു സൂം പ്രയറിലെ. നോർത്ത് ഇന്ത്യയിലൊക്കെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പാസ്റ്റർമാരൊക്കെ. ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഒരു തവണ അനാഥരായില്ലേ? പക്ഷേ അവരുടെ അപ്പനും അമ്മയും കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആ കുഞ്ഞുങ്ങൾ അനാഥരാകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പാടുന്ന അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ പരദേശിയാണെങ്കിലും എന്നെ കൈ പിടിച്ച് നടന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രിക്കാലം നിങ്ങൾക്ക് ആരുമില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ഈ മനുഷ്യനെ പോലെ നിങ്ങൾ പറയരുതത്, എനിക്കാരുമില്ലെന്ന് പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ സ്പിരിച്വൽ മെൻറ്റേഴ്സോ പാസ്റ്റേഴ്സോ ആരുമില്ലെങ്കിലും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശു നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. തൻ്റെ ആലോചനയാൽ നിങ്ങളെ വഴി നടത്തും. പിന്നത്തേയിൽ മഹത്വത്തിൽ നമ്മളെ കരയേറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ അടുത്ത വാക്യം, ആറാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. നമ്മളത് വായിച്ചു. താഴോട്ട് വായിക്കാം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഓക്കെ, നോക്കൂ, കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് കടന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? റോമ 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നിങ്ങളിന്ന് രാത്രി വിശ്വാസത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ വിശ്വാസ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ അകത്തെ വിശ്വാസമായി പരിണമിച്ചാൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, പ്രസംഗിക്കുന്ന പാസ്റ്റർ റോയിയുടെയോ എൻ്റെ ഉള്ള ടീമിൻ്റെ ഒന്നുമല്ല,
ഇഫ് യു ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്, യു ക്യാൻ ബി ഹീൽഡ് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ പറ്റും. നാളത്തേക്കല്ല, ഇപ്പോൾ തന്നെ സൗഖ്യം പറ്റും. ഈ രാത്രി ഇപ്പോൾ സൗഖ്യമാകാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഈ 7:30 മണി കഴിയുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് സൗഖ്യമാകാൻ പറ്റും. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് സങ്കീർത്തനം 121:2 വായിക്കാം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ പറയും, എന്നെ സഹായിപ്പാൻ ആരുമില്ല. നിങ്ങൾ ഇതുപോലെ പലരും പറയുന്നില്ലേ, എന്നെ സഹായിപ്പാൻ ആരുമില്ല. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ സഹായം പർവ്വതങ്ങളിൽ നിന്നല്ല. ഞാൻ പർവ്വതങ്ങളിലേക്കൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ പർവ്വതങ്ങളല്ല എൻ്റെ ആശ്രയം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു? നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. നമുക്ക് എൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കൂ, അവനെ എവിടെയാ കണ്ടത്? ദൈവാലയത്തിൽ കണ്ടു. ഇന്ന് പല ആളുകൾക്കും സൗഖ്യമായിട്ട് പിന്നെ രോഗം വരുന്നത് എന്താ അറിയോ? നിനക്ക് സൗഖ്യമായാൽ നീ ദൈവാലയത്തിൽ കയറണം. ഹല്ലേലൂയ. ദൈവാലയത്തിൽ കയറിയത് കൊണ്ടാണ് അവൻ യേശുവിനെ കണ്ടതും യേശുവിൽ നിന്നുള്ളതായ ഒരു എക്സോട്ടേഷൻ കിട്ടിയത്. എന്താണ്? ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. ഈ പാപം ചെയ്യരുതെന്നുള്ള ഈ ഒരു ശബ്ദം ദൈവസഭയിൽ നിന്ന് മാത്രമേ കേൾക്കത്തുള്ളൂ. ദൈവസഭ ഞാൻ പറയുമ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയിൽ നിന്ന് മാത്രമേ പാപത്തെക്കുറിച്ച് കേൾക്കത്തുള്ളൂ. ബാക്കിയെല്ലാവരും ബ്ലെസ്സിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ ബ്ലെസ്സിങ് എതിരൊന്നുമല്ല, ബ്ലെസ്സിങ്ങിന് വേണ്ടി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ ബ്ലെസ്സിങ് വരുന്നത് എപ്പോഴാണ്? പാപം മാറുമ്പോഴാണ്. അപ്പോൾ നീ ദേവാലയത്തിൽ കയറിയാൽ നിനക്ക് ആവശ്യമായ എക്സോട്ടേഷൻസ്, പ്രബോധനങ്ങൾ നിനക്ക് അവിടെ കിട്ടും. അവൻ ദൈവാലയത്തിൽ കയറിയതുകൊണ്ട് അവൻ നമ്പർ 1 അവൻ യേശുവിനെ മീറ്റ് ചെയ്ത് വീണ്ടും. നമ്പർ 2 യേശുവിൽ നിന്നുള്ള അവൻ്റെ നിത്യജീവന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ജീവിത അവസാനം വരെയും സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാനുള്ളതായ ദൈവിക പ്രബോധനങ്ങൾ അവന് കിട്ടി. ഹല്ലേലൂയ. ഇന്ന് പല ആളുകളും ക്രൂസൈഡിനൊക്കെ പോയി സൗഖ്യമായിട്ട് പിന്നെ അവരുടെ തോന്നിയ വാസമാണ്. ആ രോഗം അതിൻ്റെ അപ്പുറമായിട്ട് പിന്നെയും വരും. എന്നിട്ട് അവർ പറയും, ആ ശ്വാസ കള്ളനായിരുന്നു, അയാൾ ശരിയല്ല, അത് അന്നേരം എനിക്ക് അങ്ങനെ തോന്നിയതാണെന്നൊക്കെ പറയും. തോന്നിയതൊന്നും സൗഖ്യമായത് തന്നെയാണ്. നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അങ്ങനെയൊക്കെ പറ്റുന്നത്. ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം സൗഖ്യമാകാൻ വേറൊന്നും വേണ്ട, ദൈവവചനം വിശ്വസിക്കുക. ദൈവവചനം സൗഖ്യമാകുന്നത് വരെ വാഗൊണ്ട് പറയുക. ഹൃദയത്തിൽ വിശ്വസിക്കുക, വായ കൊണ്ട് ഏറ്റു പറയുക എന്നല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് രോഗമുള്ളത് അവിടെ കരങ്ങൾ വെച്ചിട്ട്, മുട്ടിലാണോ, നടുവിലാണോ, നെഞ്ചിലാണോ, കണ്ണിലാണോ, തലയിലാണോ, എവിടെയാണോ രോഗം, അവിടെ കരങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് വിശ്വസിച്ചുകൊണ്ട്, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ എൻ്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ എൻ്റെ രോഗത്തെ സകലത്തെ സൗഖ്യമാക്കുന്നു, കർത്താവ് തൻ്റെ വചനം വെച്ച് എന്നെ സൗഖ്യമാക്കും. ഈ വചനങ്ങൾ നീ എന്നെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് 100 വട്ടം പറ നിങ്ങളുടെ ഏത് രോഗവും സൗഖ്യമാകും, ഏത് ക്രോണിക് ഡിസീസ് സൗഖ്യമാകുമെന്ന് ഇന്ന് രാത്രി അടിവരയിട്ട് ഞാൻ പറയുക. ഹല്ലേലൂയ. സുഹൃത്തമ്മയെ സഹായിക്കട്ടെ. അവൻ സൗഖ്യമായി, അവൻ ദേവാലയത്തിൽ കയറി. സൗഖ്യമായാൽ ദൈവസന്നിധിയിൽ മാറിപ്പോൻ ഇടയാകരുത്. സുഹൃത്ത് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മളിന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ പോകുന്നത് ചുരുക്ക സമയം നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ്? മനുഷ്യൻ്റെ പാപമാണ് രോഗത്തിന് കാരണമായത് ഞാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഒരു പാപം നിമിത്തമാണ് നമുക്കിന്ന് അനുഭവിക്കുന്ന രോഗമായതെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രതിനിധിന് ഇപ്പോൾ പ്രാർത്ഥിക്കും. ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപം നിമിത്തം നമുക്ക് രോഗമുണ്ടാകുമെന്ന് വളരെ ശക്തിയോടെ ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കേൾപ്പിച്ചു തന്നു. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവ് ഭാരപ്പെടുന്നുവെങ്കിൽ, പാപബോധത്താൽ നിറയുന്നുവെങ്കിൽ, ആ പാപബോധത്താൽ രോഗത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഈ രാത്രികാലം നമ്മുടെ സർവശക്തനായ ദൈവം, ആ സൗഖ്യദായകനായ ദൈവം നമ്മളിന്ന് സൗഖ്യമാക്കും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ.
താങ്ക് യു ജീസസ്, താങ്ക് യു കർത്താവെ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങളുടെ പാപത്താൽ കർത്താവെ എന്നീ രോഗത്താൽ ഞങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ കർത്താവെ ദൈവസ്ഥാനത്തിൽ മനഃപൂർവ്വം ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ പാപത്താൽ എന്തെങ്കിലും രോഗങ്ങൾ ഞങ്ങൾക്ക് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ ഈ നിമിഷം കർത്താവെ ഞങ്ങൾ സൗഖ്യദായകരായി മാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നിമിഷം തന്നെ കർത്താവെ ഞങ്ങൾ സൗഖ്യമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. ഞങ്ങൾ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി കർത്താവെ. കർത്താവെ ആ സൗഖ്യം ഞങ്ങൾ ഏറ്റെടുത്ത് കർത്താവെ ദൈവസ്ഥാനത്ത് ഞങ്ങൾ വിളിച്ചു പറയുന്നു കർത്താവെ. ഞങ്ങളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഗേഗസിയുടെ കാര്യം പറഞ്ഞു, മിറിയാമിൻ്റെ കാര്യം പറഞ്ഞു, ഉസിയ രാജാവിൻ്റെ കാര്യം പറഞ്ഞു. ഈ 3 പേരും പാപനിമിത്തം കുഷ്ഠരോഗിയായത്. അതുപോലെ നമുക്കറിയാം ഇന്ന് ആളുകൾ രോഗികളാണ്. ചില കാര്യം ഞാൻ പറയാം. മദ്യപാനികൾ രോഗികളാകാറുണ്ട്. ലിവർ സിറോസിസ് വരുന്ന മദ്യപാനം കൊണ്ടാണ്, അത് പാപമാണ്. വേശ്യമാർ, വെനറൽ ഡിസീസുകൾ, എയ്ഡ്സ്, വേശ്യമാരുടെ അടുക്കൽ പോകുന്ന ആളുകൾ എയ്ഡ്സ് രോഗികളാകാറുണ്ട്. അത് പാപനിമിത്തമാണ് ആ രോഗം വരുന്നത്. രോഗാണുക്കളാണ് അതുണ്ടാക്കുന്നത്. പ്രൈസ് ഗോഡ്. പിന്നെ സ്മോക്ക് ചെയ്യുന്നവർക്ക് ലങ്സ് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ വന്ന ഇതാണെങ്കിലും ഇന്ന് രാത്രികാലം നിങ്ങളുടെ ലൈഫിൽ ഒരു രോഗം നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു മാറ്റാൻ കഴിയാത്ത ഒരു അഡിക്ഷനാണെങ്കിൽ, ഒരുപക്ഷെ രഹസ്യമായിട്ടായിരിക്കും അത് ചെയ്യുന്നത് എങ്കിലും അതൊരു അഡിക്ഷനാണെങ്കിൽ, ആ അഡിക്ഷൻ നിമിത്തമാണ് നിങ്ങൾക്ക് രോഗമായിരിക്കുന്നത്. ആ അഡിക്ഷൻ മാറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വിഷയത്തിന് വേണ്ടി സിസ്റ്റർ ഫേബ പ്രാർത്ഥിക്കും. കർത്താവേ, സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച കർത്താവെ നല്ല വചനത്തിനായി സ്തോത്രം. വചനത്തിന് മുൻപിൽ കർത്താവെ ആയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വചനം അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ കർത്താവെ ഞങ്ങൾ 3 ക്യാരക്ടേഴ്സിനെ കണ്ടു. കർത്താവെ, മിര്യാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, നയമാൻ്റെ ഗേഹസിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, കർത്താവെ ആ ഉസിയ രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇതെല്ലാം ഞങ്ങൾ ദൃഷ്ടാന്തമായി കിടക്കുന്നുവല്ലോ. കർത്താവെ, ഈ സമയത്ത് ആരെങ്കിലും കർത്താവെ പാപത്താൽ ആയിരിക്കുന്നെങ്കിൽ, അതുമൂലമുള്ള രോഗത്താൽ കർത്താവെ ആരെങ്കിലും ആയിരിക്കുന്നു, അതവർ തിരിച്ചറിയുന്നുവെങ്കിൽ മടങ്ങി വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നവിടുത്തെ വചനമാണ്. കർത്താവെ, ഹല്ലേലൂയ. നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ച് ജീവിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നിടത്ത വചനം കർത്താവെ ഇന്ന് ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിൽ നിന്ന് പിന്തിരിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു പശ്ചാത്താപം കൊടുക്കണമേ, പാപബോധം കൊടുക്കണമേ. അതിനാലുള്ള അസുഖങ്ങൾ ദൈവമേ, ആരെങ്കിലും അതിൽ കിടന്ന് കർത്താവെ ഉഴലുന്നുവെങ്കിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിലോടുന്ന വചനം അവരുടെ മേൽ അയച്ച് കർത്താവെ അവരെ സൗഖ്യമാക്കണമേ, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരുടെ മാനസാന്തരത്തിന് കർത്താവെ ഇന്ന് രാത്രി ഇത് കാരണമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം അതിൻ്റെ ശക്തിയോടെ കർത്താവ് പ്രവർത്തിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ കർത്താവെ സഹായിക്കും. ദൈവവചനത്തിന് മുൻപിൽ കർത്താവെ സമർപ്പിക്കുന്നവരായി തീരുവാൻ കാണുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. റോമാലേഖനം 8:1 ഇങ്ങനെ പറയുന്നു, there is therefore no condemnation those who are in Christ Jesus. ആകയാൽ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ചില ആളുകൾ വിശ്വാസത്തിൽ വന്നാലും അവർ കർത്താവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, ഇപ്പം നല്ല ദൈവകൃപയിൽ നിൽക്കുന്നത്, എങ്കിലും ഞാൻ അനുഭവിക്കുന്നതൊക്കെ ഞാൻ ചെയ്തതിൻ്റെതാണ് എന്ന് പറഞ്ഞ് കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിച്ചിട്ടും ഈ 38 വർഷക്കാലം രോഗിയായവനെ പോലെ ഇവനവിടെ കിടക്കുമ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഇവൻ ആശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്തതിനെ എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവനെന്താ 30 ആയിട്ട് ഇവനെ. ചില ആളുകൾ ഇതുപോലെ കർത്താവിന് സൗഖ്യമാകാൻ താല്പര്യമുണ്ട്, എന്നിട്ടും കർത്താവ് ക്ഷമിച്ചിട്ടും എന്നോട് ക്ഷമിച്ചില്ല എന്ന് പറയുന്ന പോലെ, ചില പശുവിൻ്റെ കുറ്റി ഊരി വിട്ടാലും എന്നെ കെട്ടഴിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നത് പോലെ ചില ആൾ ക്ഷമ കിട്ടിയാലും പിന്നെയും അവിടെ തന്നെ കിടക്കും. ഈ മനുഷ്യൻ അങ്ങനെ പറ്റിയതാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവിന് സൗഖ്യമാക്കാൻ ദൂതനെയും വേണ്ട, കുളവും വേണ്ട, ആരും കലക്കുകയും വേണ്ട. ഒറ്റ വാക്ക് മതി, ഒരു വാക്ക് മതി. റോമൻ സെഞ്ചുറിയന്മാർ, കർത്താവെ എൻ്റെ വീട്ടിൽ വരണ്ട, ഞാൻ യോഗ്യനല്ല, ഒറ്റ വാക്ക് മതി. അവന് വിശ്വാസിയല്ല, യഹൂദനല്ല, ക്രിസ്ത്യാനിയല്ല, ഒന്നുമല്ല.
പക്ഷെ ഒറ്റ വാക്ക് മതി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരൊറ്റ വാക്ക് മതി. ദൈവം നിന്നോട് ക്ഷമിച്ച പാപങ്ങൾ ക്ഷമിച്ചില്ല എന്ന് പിന്നെയും നിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു ആർ ലിവിങ് ഇൻ കണ്ടംനേഷൻ. അങ്ങനെ ജീവിക്കുന്ന ചില ആളുകൾ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. ദൈവം നിങ്ങളോട് ക്ഷമിച്ചു. ദൈവത്തിന് കമ്പാഷൻ ഉണ്ട് നിങ്ങളോട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആ ക്ഷമിച്ചിട്ടും ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റബോധത്തിൽ ജീവിക്കുന്നവരുടെ കുറ്റബോധങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കാൻ പോവുക ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. കർത്താവ്, ഈ പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവസന്നിധിയിൽ വന്നിട്ടും ദൈവം ക്ഷമിച്ച പാപങ്ങൾ കർത്താവെ ക്ഷമിച്ചില്ല എന്ന് കർത്താവ് കരുതുന്ന ഒരുപാട് പേർ കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. ഇന്ന് അവരോട് കർത്താവെ യേശു കർത്താവ് 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ ഇന്ന് മനസ്സുണ്ടോയെന്ന് ചോദിച്ചതുപോലെ കർത്താവെ ഇന്ന് രാത്രി സമയം നിങ്ങളോടും ചോദിക്കുന്ന യേശു, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവെ. ഇന്ന് കർത്താവ് ഇന്ന് രാത്രി സമയം കർത്താവെ ഓരോ രോഗിയും കർത്താവെ ഇന്ന് യേശു സൗഖ്യമാക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവർ സൗഖ്യമാവട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ അവരുടെ മനസ്സുകൾ കർത്താവെ ഹൃദയങ്ങളെ കർത്താവെ സൗഖ്യമാവട്ടെ കർത്താവെ. അവർ സൗഖ്യമായി കർത്താവെ അവർ ശരീരത്തിൽ അനുഭവിക്കുന്ന മനസ്സിൽ അനുഭവിക്കുന്ന ഹൃദയത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും എല്ലാ അസ്വസ്ഥതകളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സൗഖ്യമാവട്ടെ കർത്താവെ. ഈ സൗഖ്യം അവർ ഏറ്റെടുത്ത് കർത്താവെ എന്നെ യേശു കർത്താവ് ഈ രാത്രിക്കാലം സൗഖ്യമാക്കിയെന്ന് കർത്താവെ ആ ഓരോരുത്തരും സാക്ഷ്യം പറയാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തതിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് സമസ്തയോട് ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പുതിയ അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങളെ, ടീച്ചേഴ്സ്, മറ്റു വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സിസ്റ്റർ ഫേബ. കർത്താവെ, ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയോട് അടുത്ത് വരുന്നു. കർത്താവ്, ഇത്രത്തോളം സമയം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കർത്താവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ചില വിഷയങ്ങളുമായി ദൈവസ്ഥന് ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യം കടന്നു പോകുന്ന വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന് എത്രയും വേഗം കർത്താവ് ഞങ്ങളുടെ രാജ്യം കരകയറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പം സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം നീട്ടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവെ ഈ വൈറസ് ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പലപ്പോഴായി വ്യക്തിപരമായും ഗ്രൂപ്പായും എല്ലാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങളത് മറുപടി കാണുന്നു. അപ്പം നന്ദി കർത്താവെ, അവിടുത്തെ പ്രവർത്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദൈവമേ, രോഗവിമുക്തരുടെ എണ്ണം ഓരോ ദിവസം കൂടി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മരണനിരക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാതെയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന അനേക കോവിഡ് പേഷ്യൻസ് ഉണ്ടല്ലോ, ICUലും വെന്റിലേറ്ററിലും കർത്താവെ ഭവനങ്ങളിലും ഒക്കെയും ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവ് മരണം വഴിയെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടവരുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അനാഥമായി പോയ കുഞ്ഞുങ്ങളെ കർത്താവെ ദൈവമേ അത് ഏറ്റെടുക്കുവാൻ അനേക സംഘടനകൾ കർത്താവെ, സ്നേഹമുള്ളവർ കർത്താവെ അനേകം എഴുന്നേറ്റ് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമാകുന്ന എല്ലാ പ്രൊവിഷൻസും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അത്ഭുതകരമായ വിടുതലുകൾ ഓരോ മേഖലയിലും സംഭവിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏത് രീതിയിലും കർത്താവ് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരു വാക്കിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ജനം അവരെ റെസ്പെക്റ്റ് ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും എല്ലാവരും പാലിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി കർത്താവെ നിൽക്കുവാനുള്ള കൃപ എല്ലാവർക്കും കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ഫെസിലിറ്റീസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നല്ലതുപോലെ പഠിക്കുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണം. ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുവാൻ അവരെ സഹായിക്കണമേ. എല്ലാ ടീച്ചേഴ്സിനെയും ഞങ്ങൾ ഈ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത മെൻ്റൽ പ്രഷറിലൂടെ എല്ലാം അവർ കടന്നു പോകുന്നു. അതിൻ്റെ മധ്യത്തിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ അവർ സാക്രിഫിഷ്യലായിട്ട് നിൽക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുവാനും നല്ലതുപോലെ പഠിക്കുവാനും സഹായിക്കണം. അതോടൊപ്പം കർത്താവെ, പഠനോപകരണങ്ങളില്ലാതെ ആയിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഭവനങ്ങളുണ്ട്, അവിടെയെല്ലാം കർത്താവെ ആവശ്യമായ വഴികൾ കർത്താവെ എത്രയും വേഗം തുറക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു കുഞ്ഞു പോലും കർത്താവെ അസൗകര്യങ്ങളുടെ പേരിൽ പഠനം നിഷേധിക്കപ്പെടുവാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, വ്യക്തിപരമായ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന മറ്റു രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ, വാടക കൊടുക്കുവാൻ കഴിവില്ലാത്തവർ, ലോൺ അടയ്ക്കുവാൻ കഴിവില്ല
കഴിവില്ലാത്ത പല രീതിയിൽ ഭാരപ്പെടുന്ന എല്ലാവരെയും ഒരു വാക്കിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികളെ അവർക്ക് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലൂടെ അവരും കടന്നു പോകുന്നുവല്ലോ കർത്താവെ. അവരുടെ എല്ലാ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവരുടെ എല്ലാ വിഷയത്തിന്മേൽ കർത്താവെ മറുപടി അയച്ച് അങ്ങ് സഹായിക്കണമേ. ഈ സമയങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ മുന്നേറുവാൻ സഹായിക്കണമേ. ആരും കർത്താവെ പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാൻ ഇടയാക്കല്ലേ, ഹൃദയം കഠിനപ്പെട്ടു പോകാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനോടനുബന്ധിച്ച് അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ആ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഇന്ന് വചനം പറഞ്ഞ ദേവദാസിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ. ഇനിയും അനേകർക്ക് അനുഗ്രഹമായി ശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ടീം മെമ്പേഴ്സിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിപ്പോൾ രാത്രി പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ജയന്തനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. സോ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ വചനങ്ങൾ ഏറ്റെടുക്കുക, പ്രായോഗികമാക്കുക, പ്രാക്ടിക്കലാക്കുക. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗുഡ് നൈറ്റ്.